തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ഡ്രൈവർ ബോധരഹിതനായി വീഴുകയായിരുന്നു. വണ്ടി പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് അടിച്ച് വണ്ടി നിൽക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് ചേച്ചിമാർ വേഗം തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ വെള്ളമൊക്കെ മേടിച്ച് ഡ്രൈവർക്ക് കൊടുക്കുന്നു, മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു എനിക്കെൻ്റെ കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേട്ടൻ ബാക്കിലേക്ക് ഇരിക്കും, ഞാൻ വണ്ടി എടുക്കാം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. കണ്ടക്ടർ മുഖത്ത് നോക്കിയിരുന്നു, പുള്ളിക്ക് വേണ്ട ഇങ്ങനെ തല കൊണ്ട് കാണിച്ചു. ചേട്ടാ ഞാൻ ഹെവി ട്രക്ക് ഡ്രൈവറാണ്, ഞാൻ വണ്ടി എടുത്തോളാം, കുഴപ്പമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. പുള്ളിനെ എടുത്ത് ഞാൻ ബാക്കിലെ സീറ്റിലേക്ക്, അപ്പോൾ ചേച്ചിമാർ മാറി തന്നു, ബാക്കിലേക്ക് ഇരുത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് ഉള്ളിലേക്ക് ബസ് കയറ്റി. ഞാൻ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം തന്നെ ആളെ ഞാൻ തോളത്തെടുത്ത് തന്നെ വീണ്ടും വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തി. വാർത്ത വന്ന സമയത്ത് അറിയത്തില്ല, ഷൈനാണ് ഇതെന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങളൊക്കെ പ്രചരിച്ചതോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ സമയോചിതമായിട്ട് ആ വാഹനം എടുത്തുകൊണ്ട് പോയി ആ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായെന്ന് മനസ്സിലായത്. നമസ്കാരം. ഏപ്രിൽ 1-ാം തീയതി തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ഡ്രൈവർ കുഴഞ്ഞു വീണിരുന്നു. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് വേഗം തന്നെ വാഹനം ഒതുക്കി. പക്ഷേ അദ്ദേഹം പിന്നീട് ബോധരഹിതനായി വീഴുകയായിരുന്നു. ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ബിജോയി ആയിരുന്നു കുഴഞ്ഞു വീണത്. ഈ സമയം സമയോചിതമായി അതിനകത്തുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ ഇടപെടുകയും അദ്ദേഹം KSRTC ബസ് ഡ്രൈവിംഗ് ചുമതല ഏറ്റെടുക്കുകയും എത്രയും വേഗം തന്നെ ആ ഡ്രൈവറെയും കൊണ്ട് ആ ബസ് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ആ ഡ്രൈവർ ഷൈൻ എന്നാണ് പേര്. അദ്ദേഹം ഒരു കണ്ടെയ്നർ ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ്. ഷൈൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കറുകുറ്റി സ്വദേശിയാണ്. നമസ്കാരം ഷൈനെ. നമസ്കാരം. ആദ്യമായിട്ട് ഒരു അഭിനന്ദനം. താങ്ക് യു. ഷൈൻ, എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം? ഇത് 1-ാം തീയതി എൻ്റെ വണ്ടി സർവീസ് സെൻറ്ററിൽ കയറ്റിയിരിക്കുന്നതാണ്. നമ്മുടെ കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ സർവീസ് സെൻ്റർ ഉണ്ട് മഹേന്ദ്രയുടെ. അപ്പോൾ ഞാൻ അവിടെ വണ്ടി സർവീസിന് കയറ്റി കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി വന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഡ്രസ്സ് മാറി വന്ന് ഒരു 4:05 വന്നൊരു ഫാസ്റ്റ് വന്നു. കറുകുറ്റി തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഫാസ്റ്റ് കയറി ഞാൻ അപ്പം സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലത്തെ നിന്നിരുന്നത്. അപ്പം അങ്കമാലി എത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ബാക്കിലത്തെ സീറ്റ് കിട്ടി. അപ്പോൾ സീറ്റിലിരുന്ന് ഞാൻ ഇപ്പോൾ പോരാളെന്ന് വിചാരിച്ചിട്ട് സീറ്റൊക്കെ കിട്ടി സന്തോഷമായിട്ട് പോരുമായിരുന്നു. അങ്ങനെ വരുന്ന വഴിയിലാണ് നമ്മുടെ കരിയാട് ആ സിഗ്നൽ എത്തുന്നതിന് മുമ്പുള്ള ആ വളവിൽ വണ്ടി പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് അടിച്ച് വണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു ബ്രേക്ക് ഡൗൺ ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. വണ്ടി നിർത്തിയിരിക്കുന്നത് ഒരു ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വലിയ കാര്യമാക്കാൻ നിന്നില്ല. എന്തായാലും ഇപ്പോൾ അടുത്ത ബസ് വന്ന് കയറി പോകാമെന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുന്നില്ല. അപ്പോൾ അപ്പോഴാണ് ഫ്രണ്ടിലേക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ചേച്ചിമാർ വേഗം തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ വെള്ളമൊക്കെ മേടിച്ച് ഡ്രൈവർക്ക് കൊടുക്കുന്നു, മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ബാക്കിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഫ്രണ്ടിൽ ചെന്നിട്ട് ചേട്ടാ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കെൻ്റെ കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേട്ടൻ ബാക്കിലേക്ക് ഇരിക്കും, ഞാൻ വണ്ടി എടുക്കാം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പം കണ്ടക്ടർ മുഖത്ത് നോക്കിയിരുന്നു, പുള്ളിക്ക് വേണ്ട ഇങ്ങനെ തല കൊണ്ട് കാണിച്ചു. അത് വേറൊന്നുമല്ല, ആളുടെ ഒരു പ്രശ്നമാണല്ലോ, കാരണം ജീവിത പ്രശ്നമാണ്. കാരണം ഡ്രൈവർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസ്പോൺസിബിലിറ്റി പുള്ളിയാണല്ലോ. അപ്പോൾ പുള്ളി എടുക്കണ്ടെന്നല്ല ഇങ്ങനെ തല കൊണ്ട് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എൻ്റെ ലൈസൻസും പോർട്ടിലെ ID കാർഡ് ഉണ്ട്, ഞങ്ങൾക്ക് പോർട്ടിൽ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാർഡും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ഹെവി ട്രക്ക് ഡ്രൈവറാണ്, ഞാൻ വണ്ടി എടുത്തോളാം, കുഴപ്പമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പിന്നെ മനസ്സോടെ സമ്മതിച്ചു, കാരണം ഒരു അവസ്ഥ ഇതാണല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഡ്രൈവറോട് പറഞ്ഞു ചേട്ടാ ബാക്കിലേക്ക് ഇരിക്കാമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു, എൻ്റെ കയ്യും കാലം ഇതായിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് വെച്ചിട്ടുണ്ട്, ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ കയറി വേഗം തന്നെ പുള്ളിനെ ഞാൻ കൈ എടുത്തിട്ട് പുള്ളിയുടെ തോളത്തിട്ടിട്ട് പുള്ളിനെ എടുത്ത് ഞാൻ ബാക്കിലെ സീറ്റിലേക്ക്, അപ്പോൾ ചേച്ചിമാർ മാറി തന്നു, ബാക്കിലേക്ക് ഇരുത്തി. എന്നിട്ട് പിന്നെ അവിടുന്ന് ഞാൻ വണ്ടി എടുത്തപ്പോൾ അതിലൊരു ചേച്ചിമാർ പറഞ്ഞു അത്താണിക്ക് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ്. അപ്പം ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഈ ബസ് അങ്ങോട്ട് കയറി തിരിഞ്ഞ് പോകണം, അപ്പോൾ അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ചേച്ചി പറഞ്ഞു സിമ്മനൊക്കെ ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ CA ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ CA ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ CA ഹോസ്പിറ്റലിലേക്ക് വന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് ഉള്ളിലേക്ക് ബസ് കയറ്റി ഞാൻ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം തന്നെ ആളെ ഞാൻ തോളത്തെടുത്ത് തന്നെ വീണ്ടും വീൽ ചെയറിലേക്ക് കയറ്റിയിരുത്തി. അങ്ങനെ ആക്കിയതിന് ശേഷം വണ്ടി സേഫായിട്ട് അവിടെ അവരെന്നോട് പറഞ്ഞു ഇനി എമർജൻസി വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, വണ്ടി ഒന്ന് സേഫാക്കി ഒന്ന് സൈഡാക്കി നിർത്താൻ പറഞ്ഞു. വേഗം തന്നെ വണ്ടി സൈഡാക്കി നിർത്തി, വണ്ടി ഓഫ് ചെയ്ത് താക്കോലെല്ലാം വണ്ടിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ഞാൻ ആ രോഗിയോട് പറയാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവിടെ ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് വണ്ടി എടുക്കണം, അർജൻറ്റാണ്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അതിനെന്താ മോൻ പൊക്കോ, കുഴപ്പമില്ല, എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേച്ചി എന്നാൽ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടുണ്ട്, സേഫായിട്ട് നിർത്തിയിട്ടുണ്ട്, വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും സേഫായിട്ടല്ലേ, താക്കോൽ വണ്ടിയിലുണ്ട്, അപ്പോൾ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ നിയമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേടി കൊണ്ട് ഞാൻ വേഗം തന്നെ ആലുവ സ്റ്റാൻഡിൽ വന്ന് ആലുവ ഡിപ്പോയിലാണ് ഞാൻ ഇറങ്ങിയത്. ആലുവ ഡിപ്പോയിൽ വന്നിട്ട് സ്റ്റേഷൻ മാസ്റ്റർ കണ്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ വണ്ടി അവിടുന്ന് രോഗിനെ കൊണ്ട് വന്നത് ഞാനാണ്, എൻ്റെ പേര് ഇങ്ങനെയാണ് ഷൈൻ എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു എടാ അതൊന്നും നീ പേടിക്കേണ്ട പ്രശ്നം, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാണ്ടെന്നല്ലോ നീ വണ്ടി ഓടിച്ചു, നീ ലൈസൻസ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഇരുന്ന കുഴപ്പമില്ല, നീ ഫോൺ നമ്പർ ഒന്ന് കൊടുത്തിട്ട് ഇവിടെ പൊക്കോളാൻ പറഞ്ഞു. ഞാനപ്പോൾ ഫോൺ നമ്പറും കൊടുത്ത് പേര് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനപ്പോൾ തന്നെ അവിടുന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിട്ട് എൻ്റെ കമ്പനി ചെറിയൊരു ഗ്രൂപ്പുണ്ട്, 6-7 പേരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ വന്ന് ഞാൻ പിള്ളേരോട് മെസ്സേജായിട്ട് പറഞ്ഞു എടാ ഞാൻ ഇന്ന് വരണ വഴിക്കിൽ ഒരു എംപാനൽ ജീവനക്കാരനായടാ ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചുമ്മാ തമാശ രീതി 1-ാം തീയതി ആയതുകൊണ്ട് കളിയാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അവന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ കേസ് ഞാൻ വിട്ടു. പിന്നെ അത് തൊട്ടടുത്ത ദിവസം വാർത്ത വരുന്നല്ലേ? പിറ്റേ ദിവസം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത ഒരു ലോക്കൽ ഏതൊരു ചാനലിലോ എന്തോ ഒരു ന്യൂസ് വന്നു. ന്യൂസ് ഇങ്ങനെയാണ് വന്നത്, അതായത് ഇങ്ങനെ KSRTC ഡ്രൈവർക്ക് ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി, അത് വേറൊരു പാസഞ്ചർ വന്ന് വണ്ടി എടുത്തു, ആളെ രോഗി ആശുപത്രിക്ക്, പാസഞ്ചർ വിവരങ്ങളൊന്നും കൊടുക്കാണ്ടാണ് പേരോ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട, അയാൾ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ന്യൂസ് വന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവന്മാർ പറഞ്ഞു അതെന്ത് പരിപാടിയാണ്, നീ എന്ത് പേരൊന്നും പറയാണ്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ട് ഇവനെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഒരു ഡ്രൈവേഴ്സിൻ്റെ ഈ ഇതുപോലത്തെ കണ്ടെയ്നർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഞങ്ങളൊരു കൊച്ചിൻ കോസ്റ്റൽ 2020 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഒരു സൗഹൃദ കൂട്ടായ്മ. അപ്പോൾ അതിൽ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടെയ്നർ ഡ്രൈവർമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻറ്റുകളോ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായി ഏതെങ്കിലും രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-35 ലക്ഷം രൂപയുടെ ചാരിറ്റി ഞങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഈ ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ഇവന്മാരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് എൻ്റെ ഫോട്ടോയും കാര്യങ്ങളും വെച്ച് അതിനകത്തേക്ക് ഇട്ടു. അപ്പോഴാണ് ഈ ആൾക്കാർ മൊത്തം അറിയുന്നത്. പിന്നെ ഞാൻ ഈ AKDF എന്ന് പറഞ്ഞൊരു സംഘടനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പം അവരും ഇത് ഇട്ടു. പിന്നെ ബാക്കിയുള്ള ഡ്രൈവേഴ്സിൻ്റെ കൂട്ടായ്മകളെല്ലാവരും ഇത് പബ്ലിസിറ്റി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ വാർത്ത വന്ന സമയത്ത് അറിയത്തില്ല ഷൈനാണ് ഇതെന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങളൊക്കെ പ്രചരിച്ചതോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഷൈനാണ് പെട്ടെന്ന് സമയോചിതമായിട്ട് ആ വാഹനം എടുത്തുകൊണ്ട് പോയി ആ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായെന്ന് മനസ്സിലായത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു പ്രശംസയല്ല ശരിക്കും വേണ്ടത്, ശരിക്കും ആ ഡ്രൈവറെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. കാരണം വേറൊന്നുമില്ല, ഈ ഡ്രൈവർ ആ സമയോചിതമായിട്ട് കറക്റ്റായിട്ട് ആ വണ്ടി സൈഡാക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ വണ്ടിയിലുള്ള ഏകദേശം ഒരു 54 പേരുണ്ടാവും. ആ യാത്രക്കാരുടെ ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ്. കാരണം വണ്ടി ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് ഒരു 99% കൂടുതലാണ്. ആ ഡ്രൈവറെ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം ആ ഡ്രൈവർ അത്രയും കറക്റ്റായിട്ട് ആ വണ്ടി സൈഡാക്കി ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഉള്ളൊരു സമയം പുള്ളിക്ക് കിട്ടി. പുള്ളിയുടെ കയ്യും കാലും അനങ്ങാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറുന്നുണ്ടെന്ന് പുള്ളിക്ക് തോന്നിയല്ലോ. അപ്പോൾ എന്തായാലും പുള്ളിക്ക് ആ ഒരു മനസ്സ് കാണിച്ചതിന് എന്തായാലും പുള്ളിയുടെ ആളാരാണെന്ന് എനിക്കറിയില്ല, പേര് ഞാൻ കണ്ടിരുന്നു, എന്തോ അജീഷോ അങ്ങനെ എന്തോ അതാണ് പറഞ്ഞത്. പക്ഷേ എനിവേ എന്തായാലും ആ സുഹൃത്തിന് എന്തായാലും വളരെ നന്ദിയുണ്ട്. കാരണം ഇത്രയും പേരുടെ ജീവന് ഒരു സംരക്ഷണം ബിജോയ് എന്നല്ല, യെസ്. അപ്പോൾ ആ ബിജോയ്ക്ക് എന്തായാലും ഒരു നന്ദി അറിയിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പേരുടെ ജീവന് വലിയൊരു വില കൊടുത്തത് പുള്ളി തന്നെയാണ് ഒരിക്കലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നമ്മൾ സഹായം ചെയ്തു, പക്ഷേ പുള്ളി ചെയ്തു അതിലും വലിയൊരു സഹായം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകും, വണ്ടി ആക്സിഡൻ്റ് ആവും. അതുണ്ടായില്ല. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് പുള്ളിക്കും നല്ലത് വരട്ടെ. എന്തായാലും ഇനിയും നല്ല രീതിയിൽ പുള്ളിക്ക് വണ്ടികൾ ഓടിച്ച് നല്ല എന്താ പറയുക ജീവിത കുടുംബം നല്ല രീതിയിൽ പോകാൻ പുള്ളിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഷൈന് എത്ര നാളായിട്ട് കണ്ടെയ്നർ ലോറി ഓടിക്കുന്നു? കണ്ടെയ്നർ ലോറി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിനടുത്തായി. ഈ പോർട്ട് തുടങ്ങിയ ടൈമിൽ തുടങ്ങി ഞാൻ കണ്ടെയ്നർ ഓടിക്കുന്നുണ്ട്. ബസ് വല്ലതും ഓടിച്ചിട്ടുണ്ടോ? ബസ് ഓടിക്കുന്നുണ്ട്. ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ ഇടയ്ക്ക് പോകാറുണ്ട്, ബസ്സിൽ പോകാറുള്ളതാണ്. കണ്ടെയ്നർ ട്രക്ക് ഓടിക്കും. ഞാൻ ആദ്യം ഇതുപോലത്തെ 40 ഫീറ്റ് ട്രെയിലറായിരുന്നു ഓടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അത് പപ്പയുടെ അനിയൻ്റെ വണ്ടിയായിരുന്നു. ആ പുള്ളി വണ്ടികൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിപ്പം എൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. എനിക്ക് സ്വന്തമായിട്ട് 3 വണ്ടി ഉണ്ടായിരുന്നതാണ്. വണ്ടികളൊക്കെ കൊടുത്തു. ഇപ്പോൾ ചേട്ടൻ്റെ വണ്ടിയിലാണ് ഞാൻ ഓടുന്നത്. ഞങ്ങളുടെ ഒരു 9 വണ്ടി ഇവിടെ ഓടുന്നുണ്ട്, വല്ലാർപാടത്ത് ഓടുന്നുണ്ട്. അപ്പോൾ അതിലൊരു വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഞാൻ പണിയെടുക്കുന്നു. സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ആ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ബസ് കൃത്യമായിട്ട് തന്നെ ആ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടു. പിന്നീട് KSRTC അധികൃതരെത്തി കൊണ്ടുപോവുകയും ചെയ്തു. എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇതുപോലെ സംയോജിതമായി ഇടപെട്ട് കഴിഞ്ഞാൽ പലരുടെയും ജീവൻ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയും. അതിൽ ഒരുപാട് അഭിനന്ദനമാണ് ഷൈൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.